മുഖ്യമന്ത്രി മുന്നിൽ നിന്ന് നയിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അതിൻ്റെ പ്രചരണത്തിലെ ഒരേ ഒരു സ്റ്റാർ ക്യാമ്പയിനർ CPM-ന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ മൊത്തത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് അദ്ദേഹം മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരന്നു നിൽക്കുന്ന ഹോർഡിങ്ങുകൾ കാണുമ്പോൾ ഇപ്പോൾ നമുക്ക് ചിരി വരുന്നത്. ഇനി ഇതാരാണ് ഇതൊക്കെ എടുത്ത് മാറ്റാൻ പോകുന്നത്, മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന രീതിയിലത്തേക്കുള്ള ഒരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള മുദ്രാവാക്യം വെച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള ജനാധിപത്യ സ്വഭാവവും ആ ഹോർഡിങ്ങിലെ സന്ദേശങ്ങളിൽ ഇല്ലാതെ ഒരു വ്യക്തി മാത്രമാണ് കേരളത്തിലുള്ള എല്ലാ നേട്ടങ്ങളും സമ്പാദിച്ചത്, അത് നമുക്ക് സമ്മാനിച്ചത് എന്നൊക്കെയുള്ള ഒരു നറേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തല, അദ്ദേഹത്തിൻ്റെ ഫുൾ ഫിഗർ എന്നത് മാത്രമാണ് ഇവിടെ നമ്മൾ ഈ ഹോർഡിങ്ങുകളിലെല്ലാം തന്നെ കണ്ടത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭരണം എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിൽ CPM ഉണ്ട്, CPI ഉണ്ട്, അവരുടെ മറ്റ് സഖ്യകക്ഷികളുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും തന്നെ കോൺട്രിബ്യൂഷൻസ് നിയമനിർമ്മാണമായിട്ട് വരുന്നു, അത് ജനോപകാരപ്രദമായിട്ടുള്ള നയങ്ങളായിട്ട് മാറുന്നു. അങ്ങനെയുള്ള സമയത്ത് ഏതെങ്കിലും ഒരു സന്ദേശം ഒരു ഹോർഡിങ്ങിൽ കൊണ്ടുവരുന്ന സമയത്ത് അത് ഏത് വകുപ്പിൽപ്പെട്ട ഒരു നേതാവിൻ്റെ കോൺട്രിബ്യൂഷനാണ്, അല്ലെങ്കിൽ ആ വകുപ്പിനെ പ്രതിനിധീകരിക്കുന്ന മന്ത്രി ആരാണ്, അവരുടെ ചിത്രം കൂടി ആ ഹോർഡിങ്ങിനൊപ്പം ഉപയോഗിച്ചിരുന്നുവെങ്കിൽ അതിലൊരു ജനാധിപത്യ സ്വഭാവം ഉണ്ടാകുമായിരുന്നു. പക്ഷേ ആ ജനാധിപത്യ സ്വഭാവം ഇല്ലാതെ മുഖ്യമന്ത്രി മാത്രമാണ് ഈ എല്ലാവിധത്തിലുള്ള നേട്ടത്തിനും കാരണഭൂതൻ എന്ന മട്ടിലുള്ള ഒരു നറേറ്റീവ് സൃഷ്ടിക്കാനായിട്ട് അവർ ശ്രമിച്ചു. നമ്മളത് ആഗോള അയ്യപ്പ സംഗമത്തിലും കണ്ടതാണ്. അയ്യപ്പൻ്റെ പടം വളരെ ചെറുതായിട്ട് അതിൽ കൊടുത്തിട്ട് പിണറായി വിജയൻ്റെ തലയാണ് അതിൽ വലുതായിട്ട് കൊടുത്തത്. അപ്പോൾ ഏകദേശം ആ ഒരു സമയത്ത് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിലേക്കുള്ള നറേറ്റീവ് സൃഷ്ടിക്കപ്പെട്ടു. അതിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി കിട്ടി. അതിനുശേഷവും ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ രംഗത്ത് അത് ചൂടുപിടിച്ച് നിൽക്കുന്ന സമയത്ത് പോലും ധാർഷ്ട്യം നിറഞ്ഞ ഒരു ബോഡി ലാംഗ്വേജ് ആണ് ശ്രീ പിണറായി വിജയന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അല്പം മുമ്പ് ശ്രീ CB സത്യനോട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഈ പാർട്ടിയിൽ ഇത്തരത്തിലുള്ള അപജയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ചോദ്യം ചെയ്യേണ്ടുന്ന ആവശ്യമുണ്ടായിരുന്നു. കാരണം നമ്മുടെ ഉള്ളിലെല്ലാം തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് ഉണ്ട് എന്നത്. ആ രീതിയിൽ ശരിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകൾ ഉണർന്ന് പ്രവർത്തിച്ചത് പഴയ തലമുറ കമ്മ്യൂണിസ്റ്റുകളാണ്, പുതിയ തലമുറയിലുള്ള ആൾക്കാരല്ല. ശരിയായ കമ്മ്യൂണിസം എന്താണ് എന്ന് മനസ്സിലാക്കിയിരിക്കുന്ന ഇന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിന്നുള്ള വേറിട്ടുള്ള യാത്രയാണ്. അത് നമ്മുടെ സംസ്ഥാനത്തിനോ പാർട്ടിക്കോ ഹിതകരമല്ല എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് പല ആൾക്കാരും പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് റിബലായിട്ട് നിന്നത്. അതിലൊരു പക്ഷേ PK ശശിയുടെ ഒരു റിബൽ സ്ഥാനാർത്ഥിത്വം മാത്രമാണ് ഇത്തിരി അബറേഷനായിട്ട് അത് പ്രഖ്യാപിക്കപ്പെട്ട സമയത്ത് തന്നെ ഉണ്ടായിരുന്നത്. പക്ഷെ അതും ശരിക്കും ജനങ്ങൾ അത് ആലോചിച്ച് തന്നെ ശശിയെ പരാജയപ്പെടുത്തിയതാണ് എന്നുള്ളത്. കാരണം അത് UDF-ന്റെ ഒരു കൃത്യമായ ഒരു തീരുമാനമല്ലായിരുന്നു, അത് ശരിയായ ഒരു തീരുമാനമല്ലായിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാൻഡിഡേറ്റിലേക്ക് പോകേണ്ടുന്ന ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം ശശി അവിടെ പാളയത്തിൽ നിന്ന് ഇറങ്ങുന്നതിനുള്ള സാഹചര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. ഇപ്പോൾ ശ്രീ TK ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം സ്വജന പക്ഷപാതത്തിനെതിരെ കലാപക്കൊടി അദ്ദേഹം ഉയർത്തിയെങ്കിൽ അത് V കുഞ്ഞികൃഷ്ണനിലേക്ക് വരുന്ന സമയത്ത് അത് പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള ആസൂത്രിതമായിട്ടുള്ള കൊള്ളയും അത് മറയ്ക്കുന്നതിനുള്ള സംഘടിതമായിട്ടുള്ള ശ്രമവും എന്നതായിരുന്നു. ശ്രീ G സുധാകരന്റെ കാര്യത്തിലാണെങ്കിൽ അത് വളരെ വലിയ ധാർഷ്ട്യം, തന്നോട് വളരെ സീസൺഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ അടിയുറച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയോട് ധാർഷ്ട്യം അമിതമായിട്ട് കാണിക്കുന്നു എന്നുള്ള ഒരു പരാതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഭരണം ഇങ്ങനെയല്ല പോകേണ്ടത് എന്നുള്ള അഭിപ്രായം ഉണ്ടായിരുന്ന ആൾക്കാർ, പാർട്ടിയുടെ ഉള്ളിലെ അഭിപ്രായ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിരിക്കുന്ന ആൾക്കാർ, ഇങ്ങനെയുള്ള നിരവധി ആൾക്കാരുണ്ട്. അവരോടെല്ലാം തന്നെ ജനങ്ങൾ അടിയുറച്ച് നിൽക്കുന്നു എന്ന് തെളിയിച്ചിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഇവരാരും തന്നെ ചെറിയ മാർജിനിലല്ല ജയിച്ചതെന്ന് ആലോചിച്ച് നോക്കുക. വലിയ മാർജിനിൽ ഇവരെല്ലാവരും തന്നെ ജയിക്കുന്നു, ഒരു വേവ് ഉണ്ടാകുന്നു. അതിലെനിക്ക് തോന്നുന്നത് സ്റ്റാൻഡ് ഔട്ട് പെർഫോമർ എന്ന് പറയാൻ, അതായത് ഈ തെരഞ്ഞെടുപ്പിനെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് നമുക്ക് ചുരുക്കാൻ കഴിയുമെങ്കിൽ ഞാൻ കരുതുന്നത് അത് AD തോമസ് എന്ന ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം ഒരു കോൺഗ്രസിന്റെ അല്ലെങ്കിൽ KSUവിന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനായിരുന്നു. നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുന്നതിനുള്ള ന്യായമായിട്ടുള്ള അവകാശമുള്ള ഒരു പ്രതിപക്ഷ പാർട്ടി അംഗം എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വാഹനം കടന്നു പോകുമ്പോൾ റോഡിന്റെ സൈഡിൽ സമാധാനപരമായി നിന്ന് കരിങ്കൊടി വീശുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തിരുന്ന അദ്ദേഹത്തിനെയാണ് മുഖ്യമന്ത്രിയോടൊപ്പം കാറിൽ വന്നിരുന്ന അംഗരക്ഷകർ ഇറങ്ങി വലിയ തടികൊണ്ട് അവരെ മർദ്ദിച്ച് അവശരാക്കിയത് നമ്മൾ കണ്ടതാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് പെട്ടെന്ന് 2.5 വർഷം കഴിഞ്ഞിട്ടും ആ കേസിൽ ഒരു തീർപ്പും ഉണ്ടാകുന്നില്ല. അവസാനം സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്ന സമയത്ത് AD തോമസ് അന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ അദ്ദേഹം പറഞ്ഞത്, ഒരു ഹെവി വെയിറ്റ് ആയിട്ടുള്ള ചിത്തരഞ്ജനെതിരെയാണല്ലോ വളരെ പുതു തലമുറക്കാരനായിട്ടുള്ള ഇദ്ദേഹം മത്സരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പിൽ പ്രാധാന്യം കൊടുക്കേണ്ടത് സ്ഥാനാർത്ഥിക്കല്ല, സ്ഥാനാർത്ഥി ഒരു ഹെവി വെയിറ്റ് ആണോ അല്ലയോ എന്നുള്ളതല്ല. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ആൾക്കാർ വോട്ട് ചെയ്യാൻ പോകുന്നത് ഇവിടെയുള്ള സർക്കാരിന്റെ നയങ്ങൾക്കെതിരെയാണ് എന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ AD തോമസ് ഒരു പ്രതീകമാണ്. രക്ഷാപ്രവർത്തനം പരാമർശത്തിനുള്ള ഒരു പ്രതീക, ഒരു മറുപടി കൂടിയായി. അതിൽ രക്ഷാപ്രവർത്തനം മാത്രമല്ല, അതിൽ അമിതാധികാര പ്രവണതയുണ്ട്, അധികാര ദുർവിനിയോഗമുണ്ട്. അങ്ങനെ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ പറയാമോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ നിഴലിച്ച് കാണുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ ഏതെങ്കിലും ഒരു റിസൾട്ടിലേക്ക് നമുക്ക് ചുരുക്കാൻ കഴിയുമെങ്കിൽ അത് ഇത് തന്നെയാണ് എന്നാണ് ഞാൻ കരുതുന്നത്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.